കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രിങ്ങിനെ കുറിച്ചാണ്. എന്താണ് സ്ട്രിങ്? സ്ട്രിങ് ഒരു ലിറ്ററലാണ്. നമ്മൾ പലതരത്തിലുള്ള ലിറ്ററൽസ് പഠിച്ചിട്ടുണ്ട്. ഇന്റിജർ ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ, സ്ട്രിങ് ലിറ്ററൽ. ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ പ്രോഗ്രാമിന്റെ റൺ ചെയ്യുന്ന സമയത്ത് യാതൊരു കാരണവശാലും അത് മാറുന്നില്ല. ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a sequence of one or more characters enclosed within a pair of double quotes. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളുടെ പേരൊരു സ്ട്രിങ് ആണ്, ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് ഒരു സ്ട്രിങ് ആണ്. സ്ക്രീനിൽ 2-3 എക്സാമ്പിൾസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അതൊരു സ്ട്രിങ് ആണ്. ഡബിൾ കോട്ട്സിനകത്താണ് അത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സ് അതൊരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ സിമ്പിൾസ് ഡബിൾ കോട്ട്സിനകത്ത്, അതായത് ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്യുന്നതോ അതെല്ലാം തന്നെ സ്ട്രിങ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. എങ്ങനെയാണ് ഒരു സ്ട്രിങ് ഒരു പ്രോഗ്രാമിനകത്ത് കൈകാര്യം ചെയ്യുക എന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ അറിവ് അനുസരിച്ച് നമുക്ക് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പ് C++-നകത്തില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഇന്റിജർ ഡാറ്റ ടൈപ്പ് ഉണ്ട്, ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്ലോട്ട് ടൈപ്പ് ഉണ്ട്, ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഉണ്ട്. എന്നാൽ ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും എന്നാണ് ഇന്ന് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. നമുക്കൊരു പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഈ പ്രോഗ്രാമിനകത്ത് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്ന് നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാമോ? ഇതിന്റെ ഔട്ട്പുട്ട് ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസറിന് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്, എന്റർ യുവർ നെയിം. ആ മെസ്സേജിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മൈ നെയിം എന്നാണ് ആ ക്യാരക്ടർ വേരിയബിളിന്റെ പേര്. നമുക്കറിയാം, ഒരു ക്യാരക്ടർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ആയിരിക്കും. ക്യാരക്ടർ വേരിയബിളിന്റെ സൈസ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ആയിരിക്കും. ആ ക്യാരക്ടർ വേരിയബിളിലേക്കാണ് ഞാനൊരു പേര് എൻറ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആ എൻറ്റർ ചെയ്ത പേര് ഞാൻ ഡിസ്പ്ലേ ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്റർ യുവർ നെയിം. യൂസറിന് ഒരു മെസ്സേജ് കൊടുത്തു. ആ മെസ്സേജിനെ അടിസ്ഥാനമാക്കി യൂസർ ഒരു പേര് കൊടുത്തു, തോമസ്. തോമസ് എന്നുള്ള പേരാണ് കൊടുത്തത്. ഇനി ആ കൊടുത്ത പേര് എങ്ങനെയാണ് പ്രോഗ്രാം ഒരു ഇൻപുട്ട് ഓപ്പറേറ്ററിലൂടെ വേരിയബിളിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഹലോ ടി എന്ന് മാത്രമാണ് വന്നത്. അതായത് തോമസ് എന്ന് പറയുന്ന ആ സ്ട്രിങ്ങിന്റെ ആദ്യത്തെ ക്യാരക്ടർ മാത്രമാണ് ഡിസ്പ്ലേ ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു ക്യാരക്ടർ വേരിയബിളിന്റെ അകത്ത് ഒരു ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് ഒരാളുടെ പേര് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യണം. അതിനെന്താണ് ഒരു വഴി? C++ പ്രോഗ്രാമിനകത്ത് അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു അറേയുടെ സഹായത്തോടു കൂടി, ഒരു ക്യാരക്ടർ അറേയുടെ സഹായത്തോടു കൂടി നമുക്ക് ഒരു സ്ട്രിങ്ങിനെ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് കിടക്കാം. നമ്മൾ മുമ്പേ കണ്ട അതേ പ്രോഗ്രാം തന്നെയാണ്. ആ പ്രോഗ്രാമിൽ ഒരു ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. മുമ്പിലത്തെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഒരു ക്യാരക്ടർ വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്തത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആ അറേയുടെ പേര് എന്ന് പറയുന്നത് മൈ നെയിം എന്നാണ്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 10 ആണ്. എന്റർ യുവർ നെയിം. യൂസറിന് ഒരു മെസ്സേജ് കൊടുത്തു. ഈ മെസ്സേജിനെ ബേസ് ചെയ്തുകൊണ്ട് യൂസർ ഒരു പേര് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന പേര് എങ്ങനെയായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. എന്റർ യുവർ നെയിം. മുമ്പത്തെ പ്രോഗ്രാം പോലെ തന്നെ ഇതിന്റെ അകത്ത് തോമസ് എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഹലോ തോമസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ക്യാരക്ടർ അല്ല ഡിസ്പ്ലേ ചെയ്തത്, ആ സ്ട്രിങ് പൂർണ്ണമായിട്ടും ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരു ക്യാരക്ടർ വേരിയബിളിന്റെ സ്ഥാനത്ത് ഒരു ക്യാരക്ടർ അറേ ആണ് ഡിക്ലെയർ ചെയ്തത്. ആ അറേയിലേക്കാണ് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്തത്. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളിവിടെ അറേ പറഞ്ഞിട്ടില്ല. പക്ഷെ ക്യാരക്ടർ അറേയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. മൈ നെയിം എന്ന് പറയുന്ന ക്യാരക്ടർ അറേയുടെ പേര് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ സ്ട്രിങ് ഓട്ടോമാറ്റിക്കായിട്ട് പോയി ഈ അറേയിലേക്ക് പോയി സ്റ്റോർ ചെയ്തു. നമ്മുടെ നേരത്തെ അറിവനുസരിച്ച് ഒരു അറേയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരുന്നു. പക്ഷേ
ഒരു ക്യാരക്ടർ അറേയിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഫോർ ലൂപ്പിന്റെ ആവശ്യം ഇല്ല. നമ്മൾ ആ ഒരു സ്ട്രിങ് പറഞ്ഞു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്യാരക്ടർ അറേയുടെ ഫസ്റ്റ് സെല്ല്, സെക്കൻഡ് സെല്ല്, തേർഡ് സെല്ല്, അങ്ങനെ ആ സ്ട്രിങ്ങിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്രയും ക്യാരക്ടേഴ്സ് ആ അറേയിലേക്ക് പോയി ഓട്ടോമാറ്റിക്കായിട്ട് പോയി സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടും അറേയുടെ പേര് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. നമ്മളൊരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഫോർ ലൂപ്പ് ഉപയോഗിക്കാതെ തന്നെ അറേയുടെ ഫസ്റ്റ് സെല്ല് തൊട്ട് ലാസ്റ്റ് സെല്ല് വരെയുള്ള വാല്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്തുകൊള്ളും. ഈ ഒരു ക്യാരക്ടർ അറേ ഒരു നോർമൽ ക്യാരക്ടർ വേരിയബിൾ ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. എങ്ങനെയൊക്കെ നമുക്ക് ഒരു അറേയിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാം എന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൈ നെയിം എന്ന് പറയുന്ന അറേയിൽ ആദ്യത്തെ സെല്ലിലേക്ക് ടിയും, രണ്ടാമത്തെ സെല്ലിലേക്ക് എച്ചും, മൂന്നാമത്തെ സെല്ലിലേക്ക് ഒയും, നാലാമത്തെ സെല്ലിലേക്ക് എമ്മും, അഞ്ചാമത്തെ സെല്ലിലേക്ക് എയും, ആറാമത്തെ സെല്ലിലേക്ക് എസും പോയി സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ സഹായത്തോടു കൂടി ഡബിൾ കോഡ്സിനകത്ത് ഈ ഒരു സ്ട്രിങ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ സ്ട്രിങ് തോമസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ് ഈ അറേയിലേക്ക് പോയി സ്റ്റോർ ചെയ്യും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ട്രിങ്ങിന്റെ സൈസ് എന്ന് പറയുന്നത് 6 ക്യാരക്ടേഴ്സ് ആണ്. ഈ 6 ക്യാരക്ടേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ അറേയിലേക്ക് പോയി സ്റ്റോർ ചെയ്യും. മൂന്നാമത്തെ മെത്തേഡ്, ഇവിടെ നമ്മൾ അറേയുടെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്ട്രിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ 6 ക്യാരക്ടേഴ്സും, തോമസ് എന്ന് പറയുന്ന ഈ 6 ക്യാരക്ടേഴ്സും ചാക്കോ എന്ന് പറയുന്ന അടുത്ത 6 ക്യാരക്ടേഴ്സിന്റെയും ഇടയിൽ ഒരു വൈറ്റ് സ്പേസ് ഉണ്ട്. ഈ വൈറ്റ് സ്പേസ് ഉൾപ്പെടെ, അതായത് 13 ക്യാരക്ടേഴ്സും ഈ സൈസ് സ്പെസിഫൈ ചെയ്യാത്ത ഈ അറേയിലേക്ക് പോയി സ്റ്റോർ ചെയ്യും. ഇനി ഒരു ഫോർ ലൂപ്പിന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ഈ അറേയിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അറേയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയും ആ ചേഞ്ച് ചെയ്യുന്ന പൊസിഷനിലേക്ക് കീബോർഡിൽ നിന്ന് വാല്യൂസ് സ്വീകരിച്ച് ഇൻപുട്ട് ഓപ്പറേറ്ററിന്റെ സഹായത്തോടു കൂടി ആ മെമ്മറി ലൊക്കേഷനിലേക്ക് അറേയുടെ ഇൻഡെക്സ് വാല്യൂവിനെ ബേസ് ചെയ്ത് ആ മെമ്മറി ലൊക്കേഷനിലേക്ക് വാല്യൂസ് പോയി സ്റ്റോർ ചെയ്യുന്നു. ഈ ഫോർ ലൂപ്പിന്റെ സഹായത്തോടു കൂടി നമുക്ക് അറേയിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതല്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അറേയിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അറേയുടെ മെമ്മറി മാപ്പിംഗ് എന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ക്യാരക്ടർ അറേയുടെ മെമ്മറി മാപ്പിംഗ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ഇന്റിജർ അറേയുടെ മെമ്മറി മാപ്പിങ്ങിന് ഏകദേശം സമാനമായ രീതിയിലാണ് ക്യാരക്ടർ അറേയുടെയും മെമ്മറി മാപ്പിംഗ്. പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രം. ആ ഒരു വ്യത്യാസമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തു. ആ അറേയുടെ പേര് മൈ നെയിം എന്നാണ്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 10 ആണ്. ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ക്യാരക്ടർ വേരിയബിളിന്റെ സൈസ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ അറേയുടെ സൈസ് എന്ന് പറയുന്നതും 10 ബൈറ്റ് ആണ്. അതായത് 10 മെമ്മറി ലൊക്കേഷൻസ് ആണ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഈ 10 മെമ്മറി ലൊക്കേഷനിലേക്കും നമ്മൾ നേരത്തെ ഡയറക്ടലൈസേഷൻ നടത്തിയ അതേ സ്ട്രിങ് തന്നെയാണ് നമ്മൾ പോയി സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, തോമസ് എന്നുള്ള സ്ട്രിങ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ് വാല്യൂവിലെ ടിയും സെക്കൻഡ് ഇൻഡെക്സ് വാല്യൂവിലെ എച്ചും അങ്ങനെ ആറാമത്തെ ഇൻഡെക്സ് വാല്യൂവില് എസും പോയി സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ തോമസ് എന്നുള്ള ഒരു സ്ട്രിങ് ഈ അറേയിൽ പോയി ഓരോ സെല്ലിലേക്കും ഓരോ ക്യാരക്ടേഴ്സും പോയി സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ പുതുതായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്, ഓരോ സ്ട്രിങ്ങിന് ശേഷവും ഒരു നൾ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു നൾ വാല്യൂ ആണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ മെമ്മറി മാപ്പിംഗിന്റെ ഒരു സ്ട്രക്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ബാക്കിയുള്ള സ്പേസ് ഫ്രീ ആയിട്ട് തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പുതുതായിട്ട് 2 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്, ഗെറ്റേഴ്സും പുട്ടേഴ്സും. ഈ ഗെറ്റേഴ്സും പുട്ടേഴ്സും എന്തിനു വേണ്ടിയാണ് നമ്മൾ അറേയുടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നമുക്കൊരു പ്രോഗ്രാമിന്റെ സഹായത്തോടു കൂടി എന്തിനാണ് ഈ ഗെറ്റേഴ്സ് അല്ലെങ്കിൽ പുട്ട് എസ് എന്നുള്ള 2 ഫങ്ഷൻസ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ പോവുകയാണ്. ഈ പ്രോഗ്രാമിൽ
ഞാനൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തു. അറേയുടെ പേര് മൈ നെയിം എന്നാണ്. അതിന്റെ സൈസ് 10 ആണ്. അതിന്റെ അർത്ഥം 9 ക്യാരക്ടേഴ്സും ഒരു നൾ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സ്പേസ് ഉണ്ട്. യൂസറിന് ഒരു മെസ്സേജ് കൊടുക്കുന്നു, എന്റർ യുവർ നെയിം. യൂസർ ഒരു പേര് കൊടുക്കുന്നു. ആ കൊടുത്ത പേര് ഹലോ എന്നുള്ള ആ സ്ട്രിങ്ങിന് ഒപ്പം ആ പേര് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ എന്റർ യുവർ നെയിം എന്ന് കൊടുത്തു. യൂസർ ഈ മെസ്സേജ് കണ്ടിട്ട് യൂസറിന്റെ പേര് കൊടുത്തു, തോമസ് ചാക്കോ എന്ന് കൊടുത്തു. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹലോ തോമസ് എന്ന് മാത്രമായിരിക്കും വരുന്നത്. അതിന്റെ കാരണം ഈ തോമസ് കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് സ്പേസ് ഇവിടെ വരികയും അതൊരു സ്ട്രിംഗ് ടെർമിനേറ്ററായിട്ട് സിസ്റ്റം കാണുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ചാക്കോ എന്ന് പറയുന്ന ഈ സ്ട്രിങ് ഈ അറയിലേക്ക് പോയി സ്റ്റോർ ചെയ്യുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ സി ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സി ഇൻ എന്ന് പറയുന്ന ഈ ഇൻപുട്ട് ഓപ്പറേറ്റർ ഒരെണ്ണം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രിങ് മാത്രമേ ഈ ക്യാരക്ടർ അറയിലേക്ക് പോയി സ്റ്റോർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ഫുൾ നെയിം കൊടുത്തിട്ടും ആദ്യത്തെ ആ ഒരു പേര് മാത്രമാണ് അറയിലേക്ക് പോയി സ്റ്റോർ ചെയ്യുകയും അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്തത്. ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗെറ്റസ് പുട്ടസ് ഈ 2 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഈ 2 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് അടുത്ത പ്രോഗ്രാമിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ 2 പുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്, ഗെറ്റസും പുട്ടസും. ഗെറ്റസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗെറ്റസ് എന്ന് പറയുന്നത് ഗെറ്റ് സ്ട്രിംഗ് എന്ന് പറയുന്ന ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻ സി ഇൻ ഒബ്ജക്റ്റിന് പകരമായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് വാല്യൂസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗെറ്റസ് എന്ന് പറയുന്ന ഈ ഒരു ബിൽറ്റ് ഇൻ ഫങ്ഷനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഗെറ്റസ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അറേയുടെ പേരാണ് പറയുന്നത്. ആ അറേയിലേക്കാണ് കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂസ് പോയി സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അറേ നെയിമാണ് ഗെറ്റസിന്റെ പാരാമീറ്റർ ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്ത അറേ നെയിമാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. നമുക്കൊരു പ്രോഗ്രാമിന്റെ സഹായത്തോടുകൂടി ഈ ഗെറ്റസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. യൂസറിന് ഒരു മെസ്സേജ് കൊടുത്തു, എന്റർ യുവർ നെയിം മെസ്സേജ് കൊടുത്തു. ആ മെസ്സേജിനെ ബേസ് ചെയ്തുകൊണ്ട് യൂസർ കീബോർഡിൽ ഒരു പേര് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ആ പേര് പൂർണ്ണമായിട്ടും ഗെറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്ത് നെയിം എന്നുള്ള അറയിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്ത വാല്യൂ അറയില് നെയിം എന്ന് പറയുന്ന അറയിലെ സ്റ്റോർ ചെയ്ത വാല്യൂ പുട്ടസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നു. നമ്മൾ മുൻപ് കണ്ട പ്രോഗ്രാമുകളിലൊക്കെ സി ഇന്നും സി ഔട്ടുമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ 2 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ഗെറ്റസും പുട്ടസും. ഹാഷ് ഇൻക്ലൂഡ് CSTDIO എന്ന് പറയുന്ന ഹെഡർ ഫയലിന്റെ സഹായത്തോടു കൂടിയാണ്. ഈ ഹെഡർ ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ ഗെറ്റസും പുട്ടസും വർക്ക് ചെയ്യുകയുള്ളൂ. നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. എന്റർ യുവർ നെയിം. ആ മെസ്സേജ് കേട്ട് യൂസറിന്റെ പേര് പൂർണ്ണമായിട്ട് ടൈപ്പ് ചെയ്തു കീബോർഡിൽ, തോമസ് ചാക്കോ. ഈ തോമസ് ചാക്കോ തന്നെ ഡിസ്പ്ലേ ചെയ്തു. അതിന്റെ അർത്ഥം ഈ ക്യാരക്ടർ അറയിലേക്ക് ഈ തോമസ് ചാക്കോ എന്ന് പറയുന്ന ആ സ്ട്രിങ് വൈറ്റ് സ്പേസോട് കൂടി, തോമസ് കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് സ്പേസ് ഉണ്ട്, പിന്നീടാണ് ചാക്കോ വരുന്നത്. ഈ വൈറ്റ് സ്പേസോട് കൂടി തന്നെ ഈ അറയിലേക്ക് പോയി സ്റ്റോർ ചെയ്യുകയും ആ സ്റ്റോർ ചെയ്ത വാല്യൂ പുട്ടസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അറേ എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ കണ്ടത്. അറേ എന്നുള്ള ചാപ്റ്ററിന്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി, എങ്ങനെയാണ് ഒരു ഇന്റിജർ അറേ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി, എങ്ങനെയാണ് ഒരു ഫ്ലോട്ട് അറേ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി, എങ്ങനെയാണ് ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി, എങ്ങനെയാണ് ഒരു സ്ട്രിങ് ഒരു അറയിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനം പഠിച്ച 2 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് ഗെറ്റസും പുട്ടസും. താങ്ക് യു.